അതെ, ഇന്ന് താറാവ് വെച്ചൊരു സ്റ്റൂ ഉണ്ടാക്കിയാലോ? ഈസ്റ്റർ സ്പെഷ്യലാണേ. അപ്പത്തിൻ്റെ കൂടെ ഇത് ഒരു മസ്റ്റ് ഐറ്റമാണേ. ഇത് 1.25 കിലോ വലിപ്പമുള്ള ഒരു താറാവാണ്. അതിലേക്ക് 1 കിടം വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുരുമുളകും ഏലക്കയും പട്ടയും ഗ്രാമ്പും എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായി വഴന്നു വരുമ്പോൾ 1 കടം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് അതിൻ്റെ കൂടെ ചേർക്കാം. അതൊന്ന് നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിൻ്റെ കഷ്ണങ്ങൾ ചേർത്തിളക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പൊട്ടറ്റോയും 1 ക്യാരറ്റും കുക്ക് ചെയ്ത് തൊലി നീക്കി പീസാക്കി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണ്, 2-ാം പാൽ. ഇത് ആ കറിയിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ 3-ാം പാലും കൂടെ നമുക്ക് ചേർക്കാം. ഇത് 2 ഏലക്ക ഒന്ന് ചതച്ചിടുകയാണ്. നല്ല മണവും ഒരു ടേസ്റ്റും വരാൻ വേണ്ടിയാണ് അത് ചേർക്കുന്നത്. ഈ സമയത്ത് സോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ആദ്യം ഡക്ക് കുക്ക് ചെയ്തപ്പോൾ കുറച്ച് സോൾട്ട് ചേർത്തിരുന്നു, പോരാത്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് 5-6 കാഷ്യൂ തേങ്ങാപ്പാലിൽ അരച്ചതാണ്, അത് ചേർക്കാം. കറിക്ക് ടേസ്റ്റും തിക്നെസ്സും കിട്ടാൻ ഇത് നല്ലതാണ്. കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി നമുക്ക് അതിലേക്ക് ചേർക്കാം. ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇത് ചേർക്കുന്നത്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ 1-ാം പാൽ ചേർത്ത് നന്നായി ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്ത് കറി മൂടി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ചേർത്ത് അതിലേക്ക് 5-6 ഉള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് നമുക്ക് ചേർത്ത് 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ കറി അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈസ്റ്ററിനും ഫാമിലി ഗ്യാതറിങ്ങിനും ഇത് നൊസ്റ്റാൾജിക് ഐറ്റമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.